നമസ്കാരം, ഫാൻസൈൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 26 വർഷങ്ങൾ കൊണ്ട് ബഹിരാകാശ നിലയത്തിൽ ആയിരക്കണക്കിന് പരീക്ഷണങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനം, ന്യൂട്രോൺ നക്ഷത്രത്തെക്കുറിച്ചും ഡാർക്ക് മാറ്ററിനെക്കുറിച്ചുമുള്ള പുതിയ വിവരങ്ങൾ കണ്ടെത്തി. മൈക്രോഗ്രാവിറ്റിയിലെ ദീർഘകാലം നീണ്ടുനിൽക്കുന്ന ഇത്തരം പരീക്ഷണങ്ങളില്ലാതെ സൗരയൂഥത്തിലെ മറ്റിടങ്ങളിലേക്കുള്ള മനുഷ്യ പര്യവേക്ഷണം അസാധ്യമാണ്. 2030 നാസയും അതിൻ്റെ അന്താരാഷ്ട്ര പങ്കാളികളും ഈ സ്പേസ് സ്റ്റേഷൻ നിയന്ത്രിതമായി ഡിയോർബിറ്റ് ചെയ്ത് സമുദ്രത്തിലെ വിദൂരമായ ഒരു പ്രദേശത്ത് ഇടിച്ചിറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ വസ്തുവാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. $150 ബില്യൺ. ഭൂമിയിലെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫയുടെ നിർമ്മാണത്തിന് പോലും $1.5 ബില്യൺ മാത്രമാണ് ചിലവായിട്ടുള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാണ് സ്പേസ് സ്റ്റേഷൻ നിലനിർത്താതെ സമുദ്രത്തിൽ ഇടിച്ചിറക്കാൻ അവർ തീരുമാനിച്ചത്? നാസയുടെ പല ദൗത്യങ്ങളും ഉദ്ദേശിച്ച സമയത്തേക്കാൾ കൂടുതൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഏകദേശം 5 വർഷം മാത്രമുണ്ടായിരുന്ന വോയേജർ ദൗത്യം 47 വർഷങ്ങളായിട്ടും തുടരുകയാണ്. എന്തുകൊണ്ട് ബഹിരാകാശ നിലയത്തിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കൃത്രിമ ഉപഗ്രഹമാണ്. ലോ എർത്ത് ഓർബിറ്റിൽ സ്ഥിതി ചെയ്യുന്ന സ്പേസ് സ്റ്റേഷന്റെ നിർമ്മാണം 1998 ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രധാന ഭാഗങ്ങൾ നിർമ്മിക്കാൻ റഷ്യയുടെ പ്രോട്ടോണും സോയൂസ് റോക്കറ്റും അമേരിക്കയുടെ സ്പേസ് ഷട്ടിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അറ്റകുറ്റപ്പണികളും അപ്ഗ്രേഡുകളും പല സമയത്ത് നടന്നിട്ടുണ്ടെങ്കിലും സ്പേസ് സ്റ്റേഷന്റെ പ്രധാന ഭാഗങ്ങളുടെ നിർമ്മാണം 13 വർഷങ്ങൾക്ക് ശേഷം 2011 അവസാനിക്കുന്നത്. ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വലിപ്പമുണ്ട് അതിന്. മൈക്രോഗ്രാവിറ്റിയിലുള്ള പരീക്ഷണങ്ങൾ, ഫിസിക്സ്, ബയോളജി, മെഡിസിൻ, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയവ, ബഹിരാകാശത്ത് മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഭാവിയിൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ദൗത്യങ്ങളുടെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയവയാണ് സ്പേസ് സ്റ്റേഷന്റെ പ്രധാന ധർമ്മം. സ്പേസ് സ്റ്റേഷന്റെ ഭാഗങ്ങളുടെ ഉറപ്പിനെക്കുറിച്ച് നാസയും അതിൻ്റെ അന്താരാഷ്ട്ര പങ്കാളികളും സ്ഥിരമായി നിരീക്ഷിക്കാറുണ്ട്. മിക്ക ഭാഗങ്ങളും ഓർബിറ്റിൽ വെച്ച് തന്നെ റിപ്പയർ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കാൻ സാധിക്കും. ചില ഭാഗങ്ങൾ സോളാർ അരേ, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്, ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്, സയൻസ് ഹാർഡ്വെയർ തുടങ്ങിയവ ഭൂമിയിൽ കൊണ്ടുവന്ന് നന്നാക്കിയതിനു ശേഷം തിരിച്ച് ബഹിരാകാശ നിലയത്തിലോട്ട് എത്തിക്കാൻ സാധിക്കും. എന്നാൽ ബഹിരാകാശ നിലയത്തിന്റെ പ്രധാനപ്പെട്ട പ്രാഥമിക ഭാഗങ്ങളായ മനുഷ്യർ താമസിക്കുന്ന ക്രൂഡ് മോഡ്യൂൾസ്, ബഹിരാകാശ നിലയത്തിന്റെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ട്രസ് സ്ട്രക്ചേഴ്സ് തുടങ്ങിയവ നന്നാക്കാനോ മാറ്റി സ്ഥാപിക്കാനോ സാധിക്കില്ല. ഭൂമിയിൽ നിന്ന് വരുന്ന ബഹിരാകാശ പേടകങ്ങൾ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യുമ്പോഴും അൺഡോക്ക് ചെയ്യുമ്പോഴും സ്പേസ് സ്റ്റേഷന് ബലക്ഷയം സംഭവിക്കാറുണ്ട്. അതുപോലെ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം സൂര്യന്റെ അതികഠിനമായ ചൂടിലേക്കും ഭൂമിയുടെ നിഴലിൽ വളരെ തണുപ്പുള്ള സ്ഥലത്തേക്കും സ്പേസ് സ്റ്റേഷൻ പോകുന്നത് കാരണം തെർമൽ സൈക്ലിങ്ങിന് അത് വിധേയമാകും. ഇതിന്റെ ഭാഗമായും സ്പേസ് സ്റ്റേഷന് ബലക്ഷയം സംഭവിക്കും. സ്പേസ് സ്റ്റേഷന്റെ പ്രധാന ഭാഗങ്ങളുടെ കാലാവധി 30 വർഷമാണ്. അത് 2028 വരെയാണ്. നാസയുടെ അനുമാനത്തിൽ 2030 വരെ സ്പേസ് സ്റ്റേഷന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കും. ഭൂമിയിലെ ജനങ്ങൾക്കും ബഹിരാകാശത്തെ മറ്റു കൃത്രിമ ഉപഗ്രഹങ്ങൾക്കും അപകടം വരുത്താത്ത രീതിയിൽ ബഹിരാകാശ നിലയത്തെ ഭൂമിയിൽ തിരിച്ചിറക്കാൻ വേണ്ടി പ്രത്യേകം നിർമ്മിച്ച ഒരു ഡിയോർബിറ്റിംഗ് പേടകമാണ് ഉപയോഗിക്കുന്നത്. സമുദ്രത്തിലെ ഒരു വിജനമായ ഭാഗത്ത് ബഹിരാകാശ നിലയത്തെ ഇടിച്ചിറക്കും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ നിയന്ത്രിതമായി ഭൂമിയിൽ ഇടിച്ചിറക്കുന്ന തീരുമാനത്തിൽ എത്തിച്ചേരുന്നതിന് മുൻപ് നാസ മറ്റു പല മാർഗങ്ങളെക്കുറിച്ചും ആലോചിച്ചായിരുന്നു. അതിൽ ആദ്യത്തേത് ബഹിരാകാശ നിലയം ഭൂമിയിലേക്ക് അനിയന്ത്രിതമായി ഇടിച്ചിറങ്ങുന്നതാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ അവശിഷ്ടങ്ങൾ പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാക്കാനുള്ള സാധ്യത 10,000-ൽ 1 എന്ന തോതിൽ മാത്രമായിരുന്നെങ്കിൽ നാസ ഈയൊരു മാർഗം സ്വീകരിക്കുമായിരുന്നു. എന്നാൽ അപകട സാധ്യത ഈയൊരു മാനദണ്ഡത്തിലും വളരെ അധികമാണ്. അതുകൂടാതെ ബഹിരാകാശ നിലയം വലിയൊരു നിർമ്മിതിയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വെച്ച് പൂർണ്ണമായും അത് കത്തി നശിക്കില്ല. ബഹിരാകാശ നിലയത്തെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിയന്ത്രിതമായി പ്രവേശിപ്പിക്കാൻ നിലവിൽ ബഹിരാകാശ നിലയത്തിലുള്ള സ്പേസ് സ്റ്റേഷൻ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന് സാധിക്കില്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഒരു അത്യന്തം അപൂർവമായ സ്മാരകമാണ്. അതിൻ്റെ ചരിത്രപരമായ മൂല്യത്തെ പരിഗണിച്ച് അതിനെ പല ഭാഗങ്ങളായി വിഘടിപ്പിച്ച് ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനെക്കുറിച്ച് നാസ ചിന്തിച്ചായിരുന്നു. എന്നാൽ അതിന് പല തടസ്സങ്ങളുമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബഹിരാകാശ നിലയത്തിന്റെ പ്രാഥമിക ഭാഗങ്ങൾ വേർതിരിക്കാൻ സാധിക്കില്ല.
ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വലുപ്പമുള്ള ബഹിരാകാശ നിലയത്തിന്റെ പ്രാഥമിക നിർമ്മാണം 27 സ്പേസ് ഷട്ടിൽ ഫ്ലൈറ്റുകളുടെ സഹായത്തോടെയാണ് നടത്തിയിരിക്കുന്നത്. അതുകൂടാതെ നാസയുടെ മറ്റ് അന്താരാഷ്ട്ര പങ്കാളികളായ ജപ്പാൻ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, കാനഡ, റഷ്യ തുടങ്ങിയവരും ഇതിനെ സഹായിച്ചിട്ടുണ്ട്. 13 വർഷം കൊണ്ട് 161 എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് സ്പേസ് വാക്കും ഇതിനുവേണ്ടി നടത്തിയിട്ടുണ്ട്. ബഹിരാകാശ നിലയത്തിന്റെ ഭാഗങ്ങൾ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇത്രയും തന്നെ സ്പേസ് വാക്കും സ്പേസ് ഷട്ടിൽ മിഷനുകളും ആവശ്യമായി വരും. സ്പേസ് ഷട്ടിലും അതിന്റെ വലിയ കാർഗോ ബേയും ഇന്ന് ഉപയോഗത്തിലില്ല. വർഷങ്ങൾക്ക് മുൻപ് തന്നെ അത് റിട്ടയർ ചെയ്തു. അതുകൂടാതെ ഭീമമായ സാമ്പത്തിക ബാധ്യതയും ഇത് വരുത്തിവെക്കും. ഈ കാരണങ്ങളാൽ തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ പല ഭാഗങ്ങളായി തിരിച്ച് ഭൂമിയിൽ കൊണ്ടുവരുന്നത് അസാധ്യമാണ്. എന്നിരുന്നാൽ പോലും നാസ സ്മിത്സോണിയൻ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയമായി ചേർന്ന് ബഹിരാകാശ നിലയത്തിലെ ചില ചെറിയ വസ്തുക്കൾ സംരക്ഷിക്കുന്നതിനായുള്ള ഒരു പദ്ധതി വികസിപ്പിക്കുന്നുണ്ട്. ബഹിരാകാശ നിലയത്തെ പല ഭാഗങ്ങളായി വിഘടിപ്പിച്ച് ഇപ്പോഴുള്ള ഭ്രമണപഥത്തിൽ തന്നെ മറ്റു പദ്ധതികൾക്കായി പുനരുപയോഗിക്കുന്നതിനെക്കുറിച്ചും നാസ ആലോചിച്ചായിരുന്നു. പക്ഷേ മുൻപ് പറഞ്ഞ അതേ വെല്ലുവിളികൾ ഇതിനും നേരിടേണ്ടതായി വരും. അതുകൂടാതെ ബഹിരാകാശ നിലയത്തിന്റെ പ്രധാന ഭാഗങ്ങളുടെ ഡിസൈൻ 30 വർഷങ്ങൾക്ക് മുൻപ് 1990കളുടെ സമയത്തുള്ളതാണ്. ആധുനിക സംവിധാനങ്ങളുമായി അതിന് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ആധുനിക സംവിധാനങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം മാറ്റി നിർമ്മിക്കേണ്ടതായി വരും. ഇത് വളരെയധികം സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. ആലോചനയിലുണ്ടായിരുന്ന മറ്റൊരു പദ്ധതി ബഹിരാകാശ നിലയത്തെ പല ഭാഗങ്ങളായി വിഘടിപ്പിച്ച് ഭൂമിയിലേക്ക് ഇടിച്ചിറക്കുക എന്നതായിരുന്നു. എന്നാൽ ഇതിനും വെല്ലുവിളികൾ അനവധിയാണ്. വളരെയധികം സ്പേസ് വാക്കുകൾ ഇതിന് ആവശ്യമായി വരും. വിഘടിപ്പിച്ച് ഭാഗങ്ങളാക്കിയ ബഹിരാകാശ നിലയത്തിലും മുഴുവൻ സമയവും മനുഷ്യരുടെ സാന്നിധ്യം വേണം. പുതിയതായി വികസിപ്പിച്ചെടുത്ത പ്രൊപ്പൽസീവ് വെഹിക്കിൾ ഇതിന് ആവശ്യമായി വരും. പക്ഷേ ഇത്രയൊക്കെ ചെയ്താലും ബഹിരാകാശ നിലയത്തിന്റെ ഭാഗങ്ങൾ ഭൂമിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും കത്തിനശിക്കാനുള്ള സാധ്യത കുറവാണ്. ബഹിരാകാശ നിലയത്തിന്റെ ഭാഗങ്ങളെ നിയന്ത്രിതമായി ഭൂമിയിൽ ഇറക്കാൻ പുതിയൊരു ഡിയോർബിറ്റിംഗ് വെഹിക്കിൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കേണ്ടതായി വരും. ഇത് ബഹിരാകാശ നിലയത്തിന്റെ പല ഭാഗങ്ങളിലും ഘടിപ്പിക്കുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞതും പണച്ചിലവുള്ളതുമാണ്. നിലവിൽ ബഹിരാകാശ നിലയം സ്ഥിതി ചെയ്യുന്നത് 415 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ്. എന്നിരുന്നാൽ പോലും ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ സ്വാധീനം ബഹിരാകാശ നിലയത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ കൃത്യമായ ഓർബിറ്റിൽ തുടരാൻ സ്ഥിരമായി റീബൂസ്റ്റുകൾ അതിന് ആവശ്യമായി വരും. ഇങ്ങനെ റീബൂസ്റ്റ് ചെയ്തില്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ബഹിരാകാശ നിലയം ഭൂമിയിലേക്ക് ഇടിച്ചിറങ്ങും. എന്നാൽ ബഹിരാകാശ നിലയത്തെ നിലവിലെ ഭ്രമണപഥത്തിൽ നിന്ന് ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ച് നാസ ആലോചിച്ചായിരുന്നു. അങ്ങനെ ചെയ്താൽ അതിൻ്റെ ആയുസ് സൈദ്ധാന്തികമായി നീട്ടാൻ കഴിയും. അങ്ങനെ വരും തലമുറകൾക്കായി ബഹിരാകാശ നിലയത്തെ കാത്തുസൂക്ഷിക്കാൻ സാധിക്കും. പക്ഷേ ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ സമയവും മനുഷ്യ സാന്നിധ്യം ആവശ്യമാണ്. ചരക്ക് നീക്കത്തിനും മനുഷ്യരെയും ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുന്ന വാഹനങ്ങൾ ലോ എർത്ത് ഓർബിറ്റിനു വേണ്ടി നിർമ്മിച്ചിട്ടുള്ളവയാണ്. ഉയർന്ന ഓർബിറ്റിലേക്ക് അതിന് പോകാൻ കഴിയില്ല. മനുഷ്യരെ ബഹിരാകാശ നിലയത്തിൽ തുടർച്ചയായി നിലനിർത്തേണ്ട ആവശ്യത്തെ അവഗണിച്ച് നിലവിലെ ഓർബിറ്റിനേക്കാൾ ഉയർന്ന ഓർബിറ്റിൽ ബഹിരാകാശ നിലയത്തെ മാറ്റുകയാണെങ്കിൽ ബഹിരാകാശ നിലയത്തിന്റെ ആയുസ് സൈദ്ധാന്തികമായി വളരെയധികം വർഷം കൂട്ടാൻ സാധിക്കും. ഉദാഹരണത്തിന് 100 വർഷത്തെ ആയുസ്സിനു വേണ്ടി 640 മുതൽ 680 കിലോമീറ്റർ ഉയരത്തിലുള്ള ഓർബിറ്റിലേക്ക് അതിനെ മാറ്റേണ്ടി വരും. ഇനി 10,000 വർഷമോ അതിൽ കൂടുതലോ കാലാവധി വേണമെങ്കിൽ 2000 കിലോമീറ്റർ ഉയരത്തിലുള്ള ഓർബിറ്റിലേക്ക് അതിനെ മാറ്റേണ്ടി വരും. പക്ഷേ ഈയൊരു മാർഗത്തിനും വെല്ലുവിളികൾ അനവധിയാണ്. ഉയർന്ന ഓർബിറ്റിലേക്ക് പോകുമ്പോൾ സ്പേസ് ഡെബ്രി കാരണം ഉണ്ടാകാനുള്ള അപകട സാധ്യത വർദ്ധിക്കുന്നു. അതുകൂടാതെ ഉയർന്ന ഓർബിറ്റിലേക്ക് പോകുമ്പോൾ വളരെയധികം ഇന്ധനം ശേഖരിക്കാനുള്ള ടാങ്കർ ആവശ്യമാണ്. മറ്റൊന്ന്, കൂടുതൽ ശക്തിയുള്ള പ്രൊപ്പൽസീവ് സിസ്റ്റം ആവശ്യമായി വരും. ഇത് രണ്ടും ഇന്ന് നിലവിലില്ല. സോളാർ ഇലക്ട്രിക് പ്രൊപ്പൽഷനെക്കുറിച്ചും നാസ ആലോചിച്ചായിരുന്നെങ്കിലും വളരെ പതുക്കെ മാത്രമേ ഈ പ്രൊപ്പൽഷൻ സിസ്റ്റം ഉപയോഗിച്ച് ബഹിരാകാശ നിലയത്തെ ചലിപ്പിക്കാൻ സാധിക്കൂ. ഇത് സ്പേസ് ഡെബ്രിയുള്ള സ്ഥലത്ത് നിന്ന് ബഹിരാകാശ നിലയത്തെ പെട്ടെന്ന് മാറ്റാൻ പര്യാപ്തമല്ല. സാമ്പത്തികപരമായും സാങ്കേതികപരമായും ബഹിരാകാശ നിലയത്തെ ഉയർന്ന ഓർബിറ്റിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ ഭേദം അതിനെ ഭൂമിയിൽ ഇടിച്ചിറക്കുന്നത് തന്നെയാണ്. ഓർബിറ്റിൽ വെച്ച് തന്നെ ബഹിരാകാശ നിലയത്തെ പൂർണ്ണമായും തകർക്കുന്നതിനെക്കുറിച്ച് നാസ ആലോചിച്ചായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്താൽ 420 ടൺ വസ്തുക്കൾ ഏകദേശം 1 മില്ലിമീറ്ററിനേക്കാൾ കൂടുതൽ വലുപ്പമുള്ള 220 മില്യൺ സ്പേസ് ഡബ്രി സൃഷ്ടിക്കും. നിലവിൽ അത്തരത്തിൽ 100 മില്യൺ സ്പേസ് ഡബ്രി
ലോ എർത്ത് ഓർബിറ്റിലുണ്ട്. ബഹിരാകാശ നിലയത്തിന്റെ ഡെബ്രി കൂടിയാകുമ്പോൾ ഓർബിറ്റ് പിന്നെ ഉപയോഗശൂന്യമാകും. മറ്റു പ്രൈവറ്റ് കമ്പനികൾക്ക് ബഹിരാകാശ നിലയം കൈമാറുന്നതിനെക്കുറിച്ചും നാസ ആലോചിച്ചായിരുന്നു. പക്ഷേ വളരെ പഴക്കം ചെന്നതും സങ്കീർണവുമായ ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനം ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. അമേരിക്കൻ ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ച് 2030 സെപ്റ്റംബർ 30 വരെ ബഹിരാകാശ നിലയം പ്രവർത്തിക്കും. അതിനുശേഷം മറ്റ് സ്വകാര്യ കമ്പനികളുടെ ബഹിരാകാശ നിലയത്തിലായിരിക്കും നാസയുടെ പ്രവർത്തനങ്ങൾ. ഒരുപക്ഷെ അങ്ങനെയൊരു സ്വകാര്യ കൊമേഴ്ഷ്യൽ സ്പേസ് സ്റ്റേഷന്റെ നിർമ്മാണം അന്ന് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ 2030 ശേഷവും കുറച്ചുനാൾ ബഹിരാകാശ നിലയം പ്രവർത്തിപ്പിക്കുന്നതിനെക്കുറിച്ച് നാസ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതിന് റഷ്യ, കാനഡ, യൂറോപ്പ്, ജപ്പാൻ തുടങ്ങി മറ്റ് അന്താരാഷ്ട്ര പങ്കാളികളുടെ സഹായവും ആവശ്യമായി വരും. മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നു തന്നെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. ഒരിക്കൽ സയൻസ് ഫിക്ഷൻ കഥകളിൽ മാത്രമുണ്ടായിരുന്ന സ്പേസ് സ്റ്റേഷൻ മനുഷ്യർ യാഥാർത്ഥ്യമാക്കുകയായിരുന്നു. 15-ാം നൂറ്റാണ്ടോടുകൂടി മനുഷ്യർ കടൽ കടന്ന് വൻകരകൾ കണ്ടെത്തുകയുണ്ടായി. 20-ാം നൂറ്റാണ്ടിൽ ബഹിരാകാശത്തും ചന്ദ്രനിലേക്കും മനുഷ്യർ എത്തി. ആർടെമിസ് മിഷന്റെ ഭാഗമായി മനുഷ്യർ വീണ്ടും ചന്ദ്രനിലേക്ക് പോകുകയാണ്. ചന്ദ്രനിൽ കോളനികൾ സ്ഥാപിക്കുക എന്നതാണ് അതിൽ ഒരു ലക്ഷ്യം. പിന്നീട് ചൊവ്വയിലേക്കും സൗരയൂഥത്തിന്റെ മറ്റു പല സ്ഥലങ്ങളിലേക്കും വരും വർഷങ്ങളിൽ മനുഷ്യർ തീർച്ചയായും എത്തിച്ചേരും. ഒരു തുടക്കത്തിന്റെ അവസാനം മറ്റൊരു മനോഹരമായ വലിയ തുടക്കത്തിനു വേണ്ടിയാണ്. അതിനായി നമ്മൾക്ക് കാത്തിരിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.